ഹലോ, ഇത് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്, ഇന്ന് ചപ്പാത്തിയുടെ കോമ്പിനേഷനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിരുന്ന ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ കുക്കറിൽ വേഗം തട്ടിക്കൂട്ടി ഒരു വെജിറ്റബിൾ കുറുമ വെക്കുകയാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു സവോള വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പൊട്ടറ്റോ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു അത്യാവശ്യം മുഴുപ്പുള്ള ഒരു വലിയ ക്യാരറ്റായിരുന്നു. ആ ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തു. പിന്നെ ഒരു 3 ഗ്രീൻ ചില്ലി നീളത്തിൽ കട്ട് ചെയ്തത്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി. ഇത്രയും ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഗ്രീൻ പീസ്. ഞാൻ ഇന്നലെ രാത്രി ഒരു വളരെ കുറച്ച് ഗ്രീൻ പീസ് സോക്ക് ചെയ്യാനായിട്ട് ഇട്ടിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും അത് അത്യാവശ്യം ഒരു കപ്പിൻ്റെ അടുത്തുള്ള ക്വാണ്ടിറ്റിയിൽ ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ വെള്ളം ഒരു കപ്പ്, 1-1.5 കപ്പ് വെള്ളം, നമ്മുടെ ആ വെജിറ്റബിൾസിൻ്റെ ഒപ്പം നിൽക്കാനുള്ള രീതിയിലുള്ള വെള്ളം മതി. ഒരുപാട് വെള്ളം വേണ്ട. നമ്മൾ ഇട്ട വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ആ വെജിറ്റബിൾസിൻ്റെ ഒപ്പം നിൽക്കാനായിട്ടുള്ള രീതിയിലുള്ള വെള്ളം മതി. അത് അവിടെ കിടന്ന് വേവട്ടെ. ഒരു വിസിലോ 2 വിസിലോ ഒക്കെ കേട്ട് വേവട്ടെ. അപ്പോൾ നമുക്കിനിയിപ്പോൾ അടുത്തത് അരപ്പ് റെഡിയാക്കാം. അരപ്പെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തേങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ജീരകം ചേർക്കുന്നില്ല. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി പെരുംജീരകപ്പൊടി ചേർത്തല്ലോ. അപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്തത് കൊണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പെരുംജീരകം ചേർത്ത് അരയ്ക്കുന്നില്ല. അപ്പോൾ തേങ്ങ മാത്രം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെങ്കിൽ നമ്മുടെ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു വരും. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ നമ്മുടെ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ ഇത് ചേർത്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ, തേങ്ങ ചേർക്കുമ്പോഴത്തേനും ഇത് ഒട്ടും തിളയ്ക്കാനൊന്നും പാടില്ല, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. കാര്യം എന്താ വെച്ചാൽ, തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കുറുമയുണ്ടല്ലോ, നമ്മുടെ വെജിറ്റബിൾ കുറുമയുടെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു ചൂട് പറ്റിയിട്ട് തേങ്ങ അങ്ങ് ചൂടായിക്കോളും. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് താളിച്ച് ഊറ്റൽ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ താളിച്ചൂറ്റാനും വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഞാൻ എണ്ണ ഉപയോഗിച്ചേ ഇല്ലല്ലോ, ഇത്രയും നേരം എണ്ണ ഉപയോഗിച്ചില്ല. ഈ ഒരു ടൈമിലാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ ആണ് ചെയ്യുന്നത്. അപ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് പിന്നീട് ഒരു തണ്ട് കറിവേപ്പില ഇട്ടു. പിന്നെ ഒരു 2-3 വറ്റൽമുളക്. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. ഞാൻ ഒരു 3 മക്കൾക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 ഗ്രീൻ ചില്ലിയും ഒരു 2-3 വറ്റൽമുളകും, അത് എൻ്റെ എരിവായിട്ട് ഞാൻ ആകെ അതേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആ ഒരു കോക്കനട്ട് തേങ്ങയുടെ ആ ഒരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരിക്കും. അപ്പം ഞാൻ എൻ്റെ കിച്ചണിലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു ഇത് ഞാൻ റെഡിയാക്കിയിരുന്നത്. ഒരു കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇട്ടിട്ടുണ്ട്. മക്കളെയൊക്കെ കൂടുതൽ കഴിപ്പിക്കാമല്ലോ വെജീസൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ വിശേഷം കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ വെറും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് തട്ടിക്കൂട്ടി റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കുറുമയാണ്. ഒരുപാട് സ്പൈസസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ മുളക് പൊടി കുറച്ച് ചേർക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ മുളക് പൊടി ഇന്ന് ചേർത്തിട്ടില്ല. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുക്കുകയാണ്. ഞാനിതാ ഒരു 2 ചപ്പാത്തി എടുക്കുകയാണ്. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കപ്പ് ചൂട് ചായ എടുക്കുകയാണ്. പിന്നെ എൻ്റെ വെജിറ്റബിൾ കുറുമ താളിച്ചൊക്കെ ഊറ്റി കഴിയുമ്പോഴത്തേക്കും
കഴിയുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും പൊട്ടിച്ച് അതുപോലെ തന്നെ എന്താണ് കറി ലീഫും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ചേർത്തിട്ടുള്ള ആ താളിച്ചുറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കറി ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, തിളയ്ക്കരുത് കേട്ടോ. തേങ്ങ ചേർത്ത് നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെയായി പോകും. ഫ്ലെയിം ഓഫ് ചെയ്തോളുക. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുക്കറിലെ ആ ചൂടിൽ കിടന്നിട്ട് തേങ്ങ ചൂടായിക്കോളും. അപ്പോൾ എന്താ വളരെ ടേസ്റ്റി ആയിട്ട് ആ ചപ്പാത്തിയിലൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അത് ഒഴിച്ച് ആ വെജിറ്റബിൾ കുറുമ ചപ്പാത്തിയിൽ കുതിർത്തി കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത മക്കളാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി കൊടുക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇടിയപ്പത്തിനും ദോശയ്ക്കും ഇഡലിക്കും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു കുറുമയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണല്ലോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ എന്താണേലും ഇത് അപ്പത്തിൻ്റെ കൂടെ അടിപൊളി സൂപ്പർ കോമ്പിനേഷനാണ്. എനിക്ക് ഈ വെജിറ്റബിൾ കുറുമ ഏറ്റവും ഇഷ്ടം അപ്പത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.